സ്വന്തം കൈക്കുഞ്ഞിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ ഒരു പെറ്റമ്മയ്ക്കത് സഹിക്കാൻ കഴിയുമോ? എന്നാൽ തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിന് ഇപ്പോഴും യാതൊരു സങ്കടവുമില്ല. അത്രയ്ക്കും മനസ്സാക്ഷിയില്ലാത്തവളാണോ അമ്മയെന്ന് വിളിക്കുന്ന ആ സ്ത്രീ? അവർ ഒരു തട്ടിപ്പുകാരിയാണെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന ശ്രീധുവിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു. സംഭവത്തിൽ യുവതിക്കെതിരെ പോലീസ് സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്തു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലുള്ള പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം ശ്രീധുവിനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. നാലാം ദിനവും ബാലരാമപുരം കൊലക്കേസിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്ത ശ്രീധു ജോലി വാഗ്ദാനം ചെയ്താണ് പലരെന്നുമായി പണം തട്ടിയത്. പണത്തവണകളായി 10 ലക്ഷം രൂപ തട്ടിയെന്നാണ് ബാലരാമപുരം സ്വദേശിയുടെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീധുവിനെതിരെ ചുമത്തിയത്. പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കരിക്കകം സ്വദേശിയായ ജോത്സൻ ദേവിദാസിന് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നു. ശ്രീധു രണ്ടാമതും വിവാഹിതയായി എന്ന ജോത്സന്റെ വെളിപ്പെടുത്തലിലും അന്വേഷണം നടക്കുന്നു. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതിലും പരിശോധനയുണ്ട്. കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. മാനസിക ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാനാണ് നീക്കം. അടിക്കടി ഇയാൾ മൊഴി മാറ്റിയതും മാനസിക സ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതും പോലീസിനെ കുഴപ്പിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.